നമസ്കാരം. യുകെയിലെത്തിയിരിക്കുന്ന ഭൂരിഭാഗം മലയാളികളും ഇവിടത്തെ പൗരത്വം സ്വീകരിച്ച് ഇവിടെ സ്ഥിര താമസമാക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നാട്ടിൽ വോട്ടവകാശമില്ല. എന്നിരുന്നാലും കേരളത്തിലെ രാഷ്ട്രീയ വ്യതിചലനങ്ങൾ ഇവിടെ മലയാളികൾക്കിടയിലും പ്രതിഫലിക്കുന്നു. UK മലയാളിയും കേരള രാഷ്ട്രീയവും എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് യൂറോപ്പ് മലയാളി ചാനൽ ചർച്ച ചെയ്യുന്നത്. ഏവർക്കും സ്വാഗതം. UK മലയാളികളും കേരള രാഷ്ട്രീയം എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ഇവിടെ മുണ്ടെല്ലാം കൊടുത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത്. അതിൽ തന്നെ മനസ്സിലാക്കാം നാട്ടിൽ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ആളാണെന്ന്. എന്താണ് താങ്കളുടെ അഭിപ്രായം UK മലയാളികളുടെ ഈ രാഷ്ട്രീയ മനോഭാവത്തെക്കുറിച്ച്? എന്റെ പേര് സോജി ടി മാത്യു എന്നാണ്. നാട്ടിൽ തിരുവല്ല എന്ന സ്ഥലത്ത് അധിവസിക്കുന്നു. കേരള വിദ്യാർത്ഥി കോൺഗ്രസിൻ മാണി ഗ്രൂപ്പിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റുമായി ഞാൻ പ്രവർത്തിച്ചിട്ട് ഇപ്പോൾ തൊഴിൽ തേടി എത്തി. പക്ഷേ നമ്മുടെ ഉള്ളിലെ രാഷ്ട്രീയത്തിന്റെ വികാരങ്ങളെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളപ്പോൾ ഇപ്പോഴും കേരള കോൺഗ്രസിന്റെ ഇവിടുത്തെ യൂണിറ്റിന്റെ ലണ്ടൻ റീജിയന്റെ പ്രസിഡന്റായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു. കേരളത്തിന്റെ വികസനത്തിലായാലും വിവിധ പ്രശ്നങ്ങളിലായാലും ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള പോലെയുള്ള മാധ്യമങ്ങൾ ഇവിടെ യൂറോപ്പിൽ നൽകുന്ന ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് ആദ്യമായി തന്നെ ഞാൻ നന്ദി പറയുകയാണ്. താങ്ക് യു. പ്രവാസികളും കേരള രാഷ്ട്രീയം എന്ന വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചിട്ട് ഈ UK എത്തിച്ചേർന്നവരിൽ മിക്കവരും രാഷ്ട്രീയത്തിന്റെ ചുവകളുണ്ട്. പക്ഷേ അവർ തൊഴിൽ തേടിയാണ് ഈ രാജ്യത്ത് വന്നിരിക്കുന്നത്. മിക്ക ആൾക്കാർക്കും വോട്ടവകാശം തന്നെ നാട്ടിലുള്ള ഒരു സ്ഥിതിയിൽ എപ്പോഴും അവരുടെ ഉള്ളിൽ രാഷ്ട്രീയത്തിന്റെ ചുവകൾ ഉണ്ട്. അല്ല, ഇത് വോട്ടവകാശം എന്ന് വെച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ സെറ്റിൽ ചെയ്യാമെന്ന് തോന്നും. അപ്പൊ ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുത്താൽ കൊള്ളാമെന്ന് തോന്നും. അത് കഴിയുമ്പോൾ വോട്ടവകാശം തീർന്നില്ലേ? എന്റെ വ്യക്തിപരമായി ഇത് പറയുമ്പോൾ എനിക്കിപ്പോഴും വോട്ടവകാശമുണ്ട്. ഞാനിപ്പോൾ ഒരു മലയാളിയാണ്. മലയാളികളെ സംബന്ധിച്ച് പറയുമ്പോൾ വോട്ടവകാശം എപ്പോഴും ഉണ്ടാകണമെന്നാണ് അവരുടെ ആഗ്രഹങ്ങൾ. പക്ഷേ ഇവിടെ സിറ്റിസൺ എടുക്കേണ്ടി വരുന്നത് ഇവിടെ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് അവരെപ്പോഴും ഇവിടെ സിറ്റിസൺ എടുക്കുന്നത്. എന്റെ പേര് ജിജോ അരയത്ത്. ഞാനും സോജി പറഞ്ഞതുപോലെ വിദ്യാർത്ഥി കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ഇപ്പോൾ പ്രവാസി കേരള കോൺഗ്രസിന്റെ UK ഘടകത്തിന്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. ഞങ്ങളും ആ നാട്ടിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു. ആ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചതിന്റെ ഞങ്ങളുടെ ആ വികാരം ഇപ്പോഴും അത് UK-യിലാകട്ടെ, ഞങ്ങൾ ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും അത് ഞങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ആ പാർട്ടിയോടുള്ള ആ മമത ഇപ്പോഴും നിലനിൽക്കുന്നു. അതാണ് ഇവിടെയും ഞങ്ങൾ പ്രവാസി കേരള കോൺഗ്രസ് ഒന്നുചേരുകയും അങ്ങനെ ഒരു സംഘടന രൂപീകരിക്കുകയും അതിന്റെ ഒരു ഒറ്റ കൊടക്കീഴിൽ UK-യിലെ കേരള കോൺഗ്രസ് പാർട്ടിയോട് അനുഭാവമുള്ളവരെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്നും UK-യിലും അത് UK-യിൽ മാത്രമല്ല കേരളത്തിലും സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഞങ്ങൾ ഇടപെടുന്നു. അത് ഒരു നല്ല ഉദാഹരണം എനിക്കിപ്പോൾ പറയാൻ പറ്റും. ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് നമ്മുടെ UK-യിൽ ഏറ്റവും കൂടുതൽ ചലനം സൃഷ്ടിച്ച, ജനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ചലനം സൃഷ്ടിച്ച ഒന്നാണ് റവറന്റ് ഫാദർ ഡേവിസ് ചെറമേൽ, കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിരുന്ന റവറന്റ് ഫാദർ ഡേവിസ് ചെറമേൽ നടത്തിയ മാനവ കാരുണ്യ യാത്ര. തീർച്ചയായും അത് നമ്മുടെ UK-യിലെ ജനങ്ങൾക്കിടയിൽ തന്നെ വളരെയധികം നല്ലൊരു പബ്ലിസിറ്റി കിട്ടുകയും ജനങ്ങൾ അതിൽ കൂടുതൽ പങ്കാളികളാകുകയും അഭയോദാന ഫോമുകൾ ഒപ്പിട്ട് നൽകുകയും എല്ലാം ചെയ്ത്. കാരണം നല്ലൊരു ജനപങ്കാളിത്തം കിട്ടിയ ഒരു ഒന്നായിരുന്നു മാനവ കാരുണ്യ യാത്ര. തീർച്ചയായും ഡേവിസ് ചെറമേൽ അച്ഛന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളൊരു പ്രതിസമ്മാനം നൽകുവാൻ തീരുമാനിച്ചു. അച്ഛനെ ഞങ്ങളുടെ പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറ്, പാർട്ടിയുടെ മുൻകാല സ്ഥാപക നേതാവായിരുന്ന മുൻ മന്ത്രിയായിരുന്ന ശ്രീ KM ജോർജ് സ്മാരക അവാർഡ് നൽകി ആദരിക്കുകയുണ്ടായി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നാട്ടിലായാലും ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയോടുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുന്നു. എന്റെ പേര് ജോജി വർഗീസ് എന്നാണ്. നാട്ടിൽ തിരുവല്ലായി എന്നാണ്. ഇവിടെ ലണ്ടൻ പ്രവാസി കേരള കോൺഗ്രസിന്റെ ട്രഷററായിട്ട് കഴിഞ്ഞ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾക്ക് കേരളവും കേരള രാഷ്ട്രീയവും നമ്മുടെ ശരീരത്തിലും നമ്മുടെ രക്തത്തിലും ഉള്ള ഒരു അലിഞ്ഞു ചേർന്നിട്ടുള്ള, വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും നമുക്ക് രാഷ്ട്രീയം ഇല്ലെങ്കിലും നമ്മുടെ താങ്കൾ UK-യിൽ എത്തിയിട്ട് എത്ര കാലമായി? ഞാൻ വന്നിട്ട് ഇപ്പൊ 10 വർഷമായി. 10 വർഷമായി. ഇതുവരെ ഒട്ടും കുറഞ്ഞിട്ടില്ല ആവേശം കുറഞ്ഞു. അതുപോലെ ഞാൻ പറഞ്ഞില്ല, കേരളവും കേരള രാഷ്ട്രീയവും നമ്മുടെ ശരീരത്തിൽ കൂടെ നമ്മുടെ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ UK സിറ്റിസൺ എടുത്താലും എവിടെ എടുത്താലും അത് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും നമ്മൾ കേരളം നന്നാക്കി അടങ്ങും.
കേരളം നന്നാക്കിയാണെങ്കിൽ കേരളത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിഷമവും നമുക്ക് സന്തോഷവും ഉണ്ടാകും. പലപ്പോഴും അല്ലേ, നമ്മൾ നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകും, അഴുക്ക് കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ആ ഒരു ആവശ്യമുള്ളത് കൊണ്ടാണ്. എൻ്റെ പേര് ബെന്നി, നാട്ടില് കോട്ടയം കുറവലങ്ങാട്. 30 വർഷം മണ്ഡലം പ്രസിഡന്റായ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായ ഒരു എൻ്റെ ഫാദർ, ആളുടെ മോനാണ് ഞാൻ. അയാളത് എന്റെ അറിവ് വെച്ച് കാലം മുതലേ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിനോട് ഭയങ്കരതാണ്. ഇവിടെ ആണ് വന്നിട്ട് ഇപ്പൊ 7 വർഷമായി. 7 വർഷത്തിനിടയിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്റെ ഒരു ഹോബി എന്ന് പറഞ്ഞാൽ പത്രം വായന, നാട്ടിലെ രാഷ്ട്രീയ സംഭവവാസികള്. അതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു മേഖലയാണ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നപ്പോൾ എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ട് കൂടുതലത് സപ്പോർട്ടൊന്നും കിട്ടാത്തതുകൊണ്ട് ഇപ്പൊ ഞാൻ കേരള കോൺഗ്രസിൽ സജീവമായി പ്രവർത്തിക്കുന്നു. ഞാൻ ഇവിടെ ആദ്യം വന്ന സമയത്ത് ഞാൻ രാഷ്ട്രീയ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ വെച്ച്. ഞാനും ഗൾഫിലുണ്ടായിരുന്നു, സൗദി വെച്ച്. അവിടെ നമുക്ക് രാഷ്ട്രീയമായിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ലായിരുന്നു. സൗദിയിലായിരുന്നു. ഞാൻ 20 വർഷത്തോളം ഇതേ ഫീൽഡില് ഞാനും ഏഷ്യാനെറ്റിന്റെ വാർത്തകളും കാര്യങ്ങളും ഏഷ്യാനെറ്റിന്റെ ഒരു ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ ഇവിടെ ഫസ്റ്റ് വന്ന സമയത്ത് ഇതുപോലെ ജോലി തേടി വന്നതാണ് നമ്മളും. നാട്ടിലെ രാഷ്ട്രീയമായിട്ട് നമ്മൾ വെച്ച് നോക്കുമ്പോൾ പല പ്രശ്നങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് 8 വർഷമായി. ഞാൻ ആദ്യം വന്ന ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ ആദ്യം ഞാൻ ഇവിടുത്തെ ലേബർ പാർട്ടിയിൽ മെമ്പറായി. അത് കഴിഞ്ഞാണ് ഞാൻ കൂടുതൽ നമ്മുടെ കേരള രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങിയത്. കാര്യം ആദ്യം ഇവിടെ ലേബർ പാർട്ടിയുടെ മെമ്പറായി കഴിഞ്ഞ പിന്നാണ് എനിക്കിവിടെ ഒരു ബാങ്ക് അക്കൗണ്ട് തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റിയത്. അതിനു മുമ്പ് എനിക്ക് ബാങ്ക് അക്കൗണ്ട് ബാങ്കിൽ ചെല്ലുന്ന സമയത്ത് അവര് പല പല ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ സമയത്ത് നമുക്ക് അവസാനം എന്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, പാർട്ടിയുടെ മെമ്പർ ആകുക, മെമ്പർഷിപ്പിന്റെ കാർഡുമായിട്ട് പോവുക, നിനക്ക് ബാങ്കിലെ അക്കൗണ്ട് കിട്ടും. അങ്ങനെയാണ് എനിക്കിവിടെ അക്കൗണ്ട് കിട്ടും. എന്റെ പേര് റോയ് തോമസ്. ഞാൻ കോന്നിയിലെ മല്ലശ്ശേരി എന്ന സ്ഥലത്ത് നിന്ന് വന്നിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, ഇവിടെ നമ്മൾ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമ്മൾ കുറച്ചുകൂടെ ഉണർന്ന് ചിന്തിക്കേണ്ട സമയം അടുത്തിരിക്കുക. ഇപ്പം നമുക്ക് നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതായിട്ട് നടക്കുന്നുണ്ടോ അതോ അത് കറപ്ഷൻ ഇല്ലാതാണോ നടക്കുന്നത് എന്ന് നമ്മൾ ഒന്ന് വിലയിരുത്തി അങ്ങനെ ഉള്ള രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഡെവലപ്മെന്റ്സിനും നല്ല കാര്യങ്ങൾക്കും നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെയുള്ള രാഷ്ട്രീയമാണെങ്കിലും രാഷ്ട്രീയത്തിലല്ലാതുള്ളവരെ ആണെങ്കിലും അവരെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് വോട്ട് ചെയ്യുകയും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് നിഷ്പക്ഷമായിട്ട് രാഷ്ട്രീയം നോക്കാതെ നല്ല ആൾക്കാരെ ഉയർത്തിക്കൊണ്ടുവരണം. അതെ, ഞാൻ ഇതിനു മുമ്പ് കുറെ വർഷം സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു, ജിദ്ദയിൽ. അവിടെയും ഉണ്ടായിരുന്നു ഈ ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ്, അവിടെ ഉണ്ടായിരുന്നു. അതിനോട് ചേർന്നൊക്കെ ഞാനും കുറച്ച് പ്രവർത്തിച്ചിട്ടൊക്കെ ഉണ്ട്. ഇവിടെയും വന്നിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെറുതായിട്ടൊക്കെ ചെറിയ രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു നിഷ്പക്ഷമായിട്ട് കാലം മാറുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെയും നമ്മുടെ നാടിന് കേരളത്തിന്റെയും ഡെവലപ്മെന്റ്സ് ആണ് നമുക്ക് വേണ്ടിയത്. ഇപ്പൊ യങ്സ്റ്റേഴ്സ് ഒരുപാട് വരുന്നു, അവർക്കെല്ലാം തൊഴിൽ വേണം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ കിട്ടുന്ന എന്തെങ്കിലും അവസരങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് മലയാളികളും പ്രവാസികളും ഗൾഫ് രാജ്യങ്ങളിലും മറ്റു ഇവിടെയും വരുന്നതും ഒരു നല്ല പങ്കും അവിടെ ജോലി കിട്ടാത്ത ഒരവസ്ഥയിലാണ് നമ്മളെല്ലാവരും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഞാൻ CPIMന്റെ സജീവ പ്രവർത്തകനും SFI, DYFI അങ്ങനെ സംഘടനകളിലും നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. എനിക്കറിയാം, ഒരു ഇടതുപക്ഷ സംസ്ഥാനമായ കേരളത്തിൽ നിന്ന് ഞാനൊരു മുതലാളിത്ത രാജ്യത്തിലോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് നല്ല ഒരു കാഴ്ചപ്പാടും ഉണ്ടായിരുന്നു. ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ആ രാജ്യത്തെ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളാണ്. ഒന്ന്, കറപ്ഷൻ എവിടെയും. താങ്കൾ പറഞ്ഞിരുന്നത് നാട്ടിൽ കറപ്ഷൻ ആണെന്ന് പറയുന്നു. താങ്കളുടെ പോളിസിയിലുള്ള ആൾക്കാരും 5 വർഷം ഭരിച്ചു, അത് കഴിഞ്ഞിട്ട് മറ്റു പോളിസിയിലുള്ള ആൾക്കാരും 5 വർഷം ഭരിക്കുന്നു. അത് മാറി മാറി വരുന്നു. എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? ഇപ്പോഴും നമുക്ക് അറിയാലോ, കറപ്ഷൻ ഏത് ഭാഗത്തായാലും എവിടെയും ഉണ്ട് കറപ്ഷൻ. ഈവൻ കോടതി പോലും ജഡ്ജിയെ മാറ്റുന്ന രീതി പോലും, കേസ് മാറ്റുന്ന രീതി പോലും, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കേസിന്റെ അന്വേഷണത്തിന് വഴിതെറ്റിച്ച് വിടാൻ വേണ്ടി മാറ്റുന്നത് കറപ്ഷൻ. 10,000 കോടി രൂപയുടെ ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ട് സോളാർ പാനൽ ഫിക്സ് ചെയ്യാൻ നടക്കുന്ന കറപ്ഷൻ. UK മലയാളികളും കേരള രാഷ്ട്രീയം എന്ന ചർച്ചയാണ് തുടങ്ങി വെച്ചത്. പക്ഷെ അല്ല, അങ്ങനെ നമ്മളൊരു പർട്ടിക്കുലർ ആയിട്ട് ഒരു പോയിന്റ് എടുത്ത് ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ളതല്ല. നമ്മളിവിടെ വരുന്നത് കേരള രാഷ്ട്രീയത്തെ കുറിച്ച് നമുക്കുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിയെ പറയുമ്പോൾ ഒരു പ്രാദേശിക പാർട്ടിയാണ്. ആ പ്രാദേശിക പാർട്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒത്തിരി പരിമിതികളുണ്ട്. ആ പരിമിതിക്കുള്ളിൽ നിന്ന്
ചിലരെ കുറ്റം പറയാനൊക്കാത്ത ഒരു പരിമിതി അതുൾപ്പെടെയുള്ളെങ്കിൽ പോലും കേരളത്തിലെ ജനങ്ങള് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇപ്പോൾ നമുക്കറിയാം ഇടുക്കി മേഖലയിലുള്ളവർ, മുല്ലപ്പെരിയാർ പോലെയുള്ള വിഷയങ്ങളില് പ്രിയപ്പെട്ട മാണി സാറും പി ജോസഫ് സാർ ഉൾപ്പെടെയുള്ളവരാണ് മുല്ലപ്പെരിയാർ സമരത്തിന് PC ജോർജ് ഉൾപ്പെടെയുള്ളവര് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ സമരം നടന്നപ്പോൾ നമുക്ക് എപ്പോഴും ഒരു പേടിയുണ്ട്. നമ്മുടെ മാതാപിതാക്കന്മാര് ഇടുക്കിയിലെ ഉൾപ്പെടെയുള്ളവർ വസിക്കുമ്പോൾ അവരുടെ ജീവന ഭീഷണിയായ സ്ഥലത്ത് നമുക്കത് വേണം. അതിനും പങ്കുചേർന്നുകൊണ്ട് പ്രവാസി കേരള കോൺഗ്രസ് ഇവിടെ ആ സമരപരിപാടികൾ ഞങ്ങൾ പങ്കുചേരുകയുണ്ടായി. പ്രധാനമന്ത്രിക്ക് 1001 പേര് ഒപ്പ് ഞങ്ങളൊരു ഇവിടെ എത്തിച്ചേർന്ന മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഒരു മെത്രാപ്പോലിത്തയായ സക്രിയാസ് മാർ തെയോഫിലോസ് തിരുമേനിയാണ് ഒപ്പിച്ചേർന്ന് നിർവഹിച്ച് ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് നൽകുകയുണ്ടായി. അതുപോലെ തന്നെ പ്രവാസി കേരള കോൺഗ്രസ് രാഷ്ട്രീയ സംഘടനയായിട്ടല്ല ഞങ്ങളിവിടെ. ഞാനിവിടെ ഒരു സ്റ്റുഡന്റ് ആയിട്ട് വന്നതാണ് UK-ന്ന്. കേരളത്തിലുള്ള വടകരയിൽ നിന്നാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ പ്രവാസികൾ ഇവിടെ നടത്തുന്ന രാഷ്ട്രീയങ്ങള് ഇവിടെ വന്നിട്ടുള്ള പ്രവാസികൾക്ക് വേണ്ടി ഇവരൊന്നും ചെയ്യുന്നതായിട്ട് ഞങ്ങളായിട്ടുള്ള സ്റ്റുഡന്റ് ആയിട്ട് ഞങ്ങൾക്കൊന്നും തോന്നുന്നില്ല. കാരണം ഇവിടെ വന്നിരിക്കുന്ന സ്റ്റുഡൻസ് അനുഭവിക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. ഇല്ല, ഞാൻ പറയാം, കുറെ പ്രോബ്ലംസ് ഉണ്ട്. ഇമിഗ്രേഷൻ്റെതായാലും തൊഴിൽപരമായിട്ടായാലും കുറെ ഇവർക്ക് സഹായിക്കാൻ പറ്റുന്ന മേഖലകളുണ്ട്. ഇപ്പൊ കേരളത്തിൽ അന്ന് മുല്ലപ്പെരിയാർ പെട്ടി എന്ന് പറഞ്ഞിട്ട് പ്രവാസികൾക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ചെയ്യാനിരിക്കുന്നത്. ഇപ്പൊ ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് സംസാരിച്ചവരൊക്കെ തന്നെ ഇവിടെ ഒരുവിധം സെറ്റിൽഡ് ആയിട്ടാണ്. അവരുടെ ഫാമിലി ആണെങ്കിലും അവരുടെ ജോബ് ആണെങ്കിലും സെക്യൂർഡ് ആണ്. എന്നിട്ട് നാട്ടിൽ നിന്ന് 1980s തുടങ്ങിയ ഇമിഗ്രേഷൻ നല്ലതുപോലെ നാട്ടിലെ എല്ലാവരെയും തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് വൈ നമ്മൾ എല്ലാവരും ഇവിടെ എത്തുന്നു. അന്നേരം അതിന്റെ ചുവട് പിടിച്ചാണ് വളരെ യങ്ങായിട്ടുള്ള 18 മുതൽ 23 years ഓൾഡ് വരെ ആയിട്ടുള്ള ആൾക്കാര് ഇവിടെ വരുന്നത്, സ്റ്റുഡന്റ് ആയിട്ട് വരുന്നു അല്ലേ? ഓഫ് കോഴ്സ്. ബട്ട് അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ ജീവിത രീതി ഞാൻ കണ്ടെടുത്തോളം ഇവിടെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള മലയാളി സമൂഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അവരെന്തിനു വരുന്നു, ദേ ഹാവ് ടു എൻക്വയർ അബൌട്ട് ദാറ്റ്. പറഞ്ഞ മനസ്സിലായി. നാട്ടിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഒബാമ ചെയ്തതാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത് അല്ലേ? അല്ല, അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്ന് രാഷ്ട്രീയം കളിക്കുമ്പോഴും നമ്മൾ നാട്ടിലുള്ളവരെ നോക്കത്തേ ഉള്ളൂ. കാര്യം ഇവിടെ ഉള്ള ആൾക്കാരെ നമ്മൾ നോക്കാറില്ല. രാഷ്ട്രീയമല്ല, രാഷ്ട്രീയക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ ഇതിനെക്കുറിച്ച് ഇപ്പൊ സംസാരിക്കുന്നത്. എത്രയോ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ക്യാപിറ്റൽ ഇൻകം, അവരുടെ വീട് ജാമ്യപ്പെടുത്തി അവരുടെ അച്ഛനും അമ്മയും സമ്പാദിച്ച പൈസകൾ മുഴുവൻ അവര് കോൺട്രിബ്യൂട്ട് ചെയ്തു ഇവിടെ വരാനായിട്ട്. പക്ഷെ എത്ര പേർക്ക് അവർക്കൊരു ജോബ് സെക്യൂർ ചെയ്യാനായിട്ട് ഈ പൊളിറ്റിക്കൽ ഏരിയാസ് ഹെൽപ്പ് ചെയ്തു? വിദ്യാർത്ഥിയായി വന്ന് ഏതാണ്ട് താരതമ്യേന സെറ്റിൽഡ് ആയി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനൊരു ലോയറാണ്. ഞാൻ വന്നത് വിദ്യാർത്ഥിയായിട്ട് തന്നെയാണ്. ആ കുട്ടി എന്ന് പറയപ്പെടുന്ന എല്ലാ സാമൂഹിക അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. നമ്മൾ പ്രവാസിയും കേരള രാഷ്ട്രീയം എന്നാണ് പറഞ്ഞത്. പ്രവാസി എന്ന് പറയുന്നത് നമുക്ക് ഒറ്റ ഗണത്തിൽ പെടുത്താൻ കഴിയില്ല. ഇന്ന് വൈകിട്ട് ഹീത്രൂ എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയും 40 വർഷമായിട്ട് UK-ൽ ജീവിക്കുന്ന ഒരാളും പ്രവാസി തന്നെയാണ്. അതിൽ രണ്ടുപേരും കേരള രാഷ്ട്രീയത്തെ കാണുന്നത് രണ്ട് തരത്തിലാണ്. ഞാൻ SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു, പൂർണ്ണമായ SFIക്കാരനാണ്. ഇവിടെ CPIMന്റെ മെമ്പറാണ്. CPIMന്റെ എല്ലാ പ്രവർത്തനവും പൂർണ്ണമായിട്ടുണ്ട്. പക്ഷെ എനിക്കതിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞത് എന്റെ സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെട്ടതിന് ശേഷം. ഒരു പക്ഷേ ഇവിടെ SFIയുടെ മുൻ നേതാക്കന്മാർ ഇന്ന് പണ്ട് MPമാരാണ്, എന്റെ സുഹൃത്തുക്കളാണ്. അവർ വന്നപ്പോഴോ അല്ലെങ്കിൽ യെച്ചൂരിയോ കാരാട്ടോ ഒക്കെ വരുമ്പോഴോ ഈ ചെറിയ സാധാരണഗതിക്ക് ചെറിയ സദസ്സിൽ അവരെ കാണുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പൊ പൊളിറ്റിക്സിനെ നമ്മൾ കാണുന്നത് നമ്മുടെ ഓരോ കാലത്തെ സാമ്പത്തികാവസ്ഥ വെച്ചിട്ട് തന്നെയാണ്. പ്രവാസിയെ നമ്മൾ ഒരു തലക്കെട്ടിനകത്ത് ഒതുക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ മുമ്പിലിരിക്കുന്ന കഥറിട്ടവർക്കെല്ലാം അവരുടെ ജീവിതം അങ്ങേയറ്റം സെക്യൂർ ആയതിനു ശേഷമാണ് കേരള കോൺഗ്രസ് മാണി ആവാനും ജോസഫ് ആവാനും ഐ ഗ്രൂപ്പ് ആവാനും ഒക്കെ കഴിഞ്ഞത്. അത് എന്നെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. എന്റെ ആവേശം ഒരു കാലത്ത് കെട്ടടങ്ങിയിരുന്നു. പിന്നീട് എന്റെ സാമൂഹ്യാവസ്ഥകൾ മെച്ചപ്പെട്ടതിന് ശേഷം എനിക്ക് കാറെടുത്ത് തുടങ്ങി പോകാനുള്ള സാമ്പത്തികാവസ്ഥ ഉള്ളത് കൊണ്ടാണ് പിന്നീട് എനിക്ക് വീണ്ടും എന്റെ പഴയ SFI കുപ്പായം പൊടിതിട്ടെടുക്കാൻ പറ്റിയത്. അതിനകത്ത് കളവ് പറയേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം എല്ലാവരും കുറച്ച് സംസാരിച്ചതാണ്. ഇടതുപക്ഷത്തുനിന്ന് വളരെ കുറച്ച് മാത്രം ശബ്ദം പുറത്തു വന്നിട്ടുള്ളൂ. ഇവിടെ 16,000 അംഗങ്ങളുള്ള ഇന്ത്യൻ വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ സംഘടന വർഷങ്ങളായിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഏതാണ്ട് കേരളത്തിൽ CPM ഉള്ളതിന് മുമ്പ് അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഇടയിലല്ല മാറ്റം ഉണ്ടാവേണ്ടത്. കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മാറ്റങ്ങൾ ഉണ്ടാവാം. കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറയുന്നത് ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതോ അല്ലെങ്കിൽ നൂലെ കെട്ടി ഇറക്കിയവരോ അല്ല. കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നവർ തന്നെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തകരെ നമ്മൾ പോയി വിരൽ ചൂണ്ടുമ്പോൾ കേരളത്തിൽ
കേരളത്തിന്റെ പൊതുസമൂഹത്തിന് നേരെയാവണം ആ വിരൽ ചൂണ്ടേണ്ടെന്നുള്ള അഭിപ്രായത്തിൽ ഞാൻ നിൽക്കുന്നു. ഞാനും ഒരു വിദ്യാർത്ഥിയായി വന്ന് ഇപ്പോൾ വർക്ക് പെർമിറ്റ് കിട്ടിയ ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മള് ഇപ്പോൾ ആ കുട്ടി പറഞ്ഞ ഒരു കാര്യം പൊതുജനം അറിയണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പലർക്കും അത് അറിയത്തില്ല, ഇന്നും അത് വിശ്വസിക്കുന്നില്ല. UK വന്നു കഴിഞ്ഞാൽ സ്വർണ്ണക്കനി കിട്ടുമെന്നുള്ള രീതിയിൽ പണ്ട് മുതലേ അത് നാട്ടിലുള്ള ഒരു വിചാരമാണ്. അമേരിക്കയാകട്ടെ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ആകട്ടെ, അവിടെ ചെന്നാൽ സ്വർണ്ണക്കനി കിട്ടുമെന്ന് വിചാരിച്ച് ഇപ്പോഴും UK വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം കുടിയേറ്റ നിയമങ്ങൾ അത്രയധികം പ്രാബല്യത്തിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് എല്ലാവരും അത് മനസ്സിലാക്കേണ്ടതാണ്. ഈ കാണുന്ന നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങളും അത് മനസ്സിലാക്കണം. തങ്ങളുടെ മക്കളെ അയക്കുമ്പോൾ അവർ അതിനെപ്പറ്റി എല്ലാം നല്ല രീതിയിൽ ആലോചിച്ചിട്ട് മാത്രമേ ഉള്ളൂ അയക്കാവുള്ളൂ. അത് മുഖ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ താങ്കളെ പോലെ ഒരു സമയത്ത് ഒരു 4-5 വർഷം മുമ്പ് വന്നവർക്കെല്ലാം വർക്ക് പെർമിറ്റ് കിട്ടി. പക്ഷെ ഇനി വരുന്നവർക്ക് അങ്ങനെ ഇല്ല, അതിനുള്ള സാഹചര്യം ഇവിടെ ഇല്ല. അല്ലാതെ അന്ന് വന്നവർക്ക് കിട്ടി എന്ന് പറഞ്ഞ് ഇന്ന് വന്നവർക്ക് എല്ലാവർക്കും കിട്ടണമെന്ന് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പരിഭവിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഞാൻ പറയുന്നത്, ഞാൻ UK വന്നു കഴിഞ്ഞാൽ UK ജനങ്ങൾക്കിടയ്ക്കും നാട്ടിലെ ജനങ്ങൾക്കിടയ്ക്കും എനിക്കൊരു സാമൂഹിക പ്രതിബദ്ധതയുണ്ട്. അല്ലെങ്കിൽ നാട്ടിൽ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ എനിക്ക് എന്തെന്ന് ചോദിക്കാൻ ഞാൻ ഒരിക്കലും ചോദിക്കുകയില്ല. അപ്പോൾ ഇവർ നാട്ടിൽ ചെല്ലുമ്പോൾ ഇവരിപ്പോ UK UK കാര്യങ്ങൾ ചിന്തിക്കുന്നു, നാട്ടിൽ ചെല്ലുമ്പോൾ നാട്ടിലെ കാര്യങ്ങൾ ചിന്തിക്കുന്നു. അങ്ങനെയാണ് ഇവരിപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ മാതാപിതാക്കളെല്ലാം നാട്ടിലുള്ളത് കൊണ്ടും ഞങ്ങൾ അതുകൊണ്ട് മുല്ലപ്പെരിയാർ ആയാലും അങ്ങനെയുള്ള സാമൂഹിക പ്രശ്നങ്ങൾ ഞങ്ങൾ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ആ നാടുമായിട്ട് ഇപ്പോഴും ഒരു സ്നേഹമുള്ളത് കൊണ്ടാണ്. ആ ജനങ്ങളോട് ഇപ്പോഴും ഒരു സ്നേഹമുണ്ട്, അതുകൊണ്ടാണ്. അല്ലെ, എന്റെ പ്രിയ സുഹൃത്തൊന്നും നേരത്തെ സ്റ്റുഡൻസിന്റെ ഒരു വിഷയം പറഞ്ഞു. പലപ്പോഴും നേരത്തെ ജിജോ അരയത്ത് പറഞ്ഞ പോലെ തന്നെ ഒരു 5 വർഷം മുമ്പ് 5 വർഷത്തിനുള്ളിൽ വന്നവർക്ക് പലർക്കും വർക്ക് പെർമിറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഇവിടെ കൊണ്ടുവരുന്ന വിദ്യാർത്ഥികളെ പലപ്പോഴും തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുവരുന്നത് ഇവിടുത്തെ ഏജൻസികളാണ്. അവർ ഇവിടെ വന്നാൽ 48 മണിക്കൂർ ജോലി, അതെ, മലയാളികൾ ഉൾപ്പെടെ മലയാളികളാണ് കൂടുതൽ. 48 മണിക്കൂർ ജോലി, 2 വർഷം കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റ് കിട്ടുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നിട്ട് വെറും 12 മണിക്കൂറും 20 മണിക്കൂറും ജോലി ചെയ്തിട്ട് ഇവർ കഷ്ടപ്പെട്ട് ഈ അവസ്ഥ നാട്ടിലുള്ള നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ കയറി അടുത്തതായി വരാനിരുന്നവരോട് പറഞ്ഞാൽ അവർ പറയുമോ ഞങ്ങൾ രക്ഷപ്പെടുന്നതിനുള്ള അസൂയ കൊണ്ടാണ് ഇവർ പറയുന്നത്. സാധാരണ മലയാളികളെ സംബന്ധിച്ച് പറയുമ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പലപ്പോഴും ഇതുപോലുള്ള ഒരു ഏജൻസി കൊണ്ടുവന്നിട്ട് ഒരു കുട്ടി, എന്റെ വൈഫിനോടൊപ്പം ജോലി ചെയ്യുന്ന ഒരു കുട്ടി പ്രഗ്നൻസി ഈ സമയത്ത് ഇതുപോലെ സുഖമില്ലാതെ ജോലി ചെയ്യാൻ നഴ്സിംഗ് ഹോമിൽ പോകാൻ വയ്യാത്ത അവസ്ഥയിൽ ഇതുപോലെ അവരെ അവിടുന്ന് സസ്പെൻഡ് ചെയ്ത ഒരു അവസരത്തിൽ ഞാൻ അവരോട് പറഞ്ഞു, ഈ സത്യത്തിൽ ഇതിന്റെ കത്ത് കൊടുക്കേണ്ടിയിരുന്ന ആ കൊണ്ടുവന്ന ഏജൻസി ആയിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. കത്ത് ഈ കുട്ടിക്ക് സുഖമില്ല എന്ന് പറഞ്ഞു. അവരാണ് ഈ നഴ്സിംഗ് ഹോമിൽ ഈ കുട്ടിക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തതും. പക്ഷേ ആ മലയാളി നേതൃത്വം നടത്തുന്ന ആ സ്ഥാപനം ഒരിക്കൽ ആ കത്ത് കൊടുക്കാതെ വന്നപ്പം പാലായിലുള്ള ആ കുട്ടി, ഞാൻ എന്റെ വീട്ടിൽ വരണം, ഞാൻ അപേക്ഷ എഴുതി തരണം, മാണി സാറിനും മുഖ്യമന്ത്രിക്കും നമുക്കിത് പരാതി കൊടുക്കണം, നാട്ടിൽ കോട്ടയത്തുള്ള എറണാകുളത്തുള്ള ഏജൻസിയാണ്, അവർക്ക് പരാതി കൊടുക്കണമെന്ന് പറഞ്ഞ് പലതവണ ഇരുന്നു. ഞാൻ ആ കുട്ടിയെ കാത്തിരുന്നു. പക്ഷെ അത് വരത്തില്ല, അതിന് പേടിയാ വരാൻ. പക്ഷെ ഏറ്റവും എന്റെ വൈഫ് എന്നോട് ചോദിച്ചു, എനിക്ക് എന്നെ വട്ടാന്ന് ചോദിച്ചു, അതിന് വേണമെങ്കിൽ വരുമെന്ന് പറഞ്ഞു. പലപ്പോഴും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളായിട്ട് വരുന്നവർ ആരും ഇത് തുറന്നു പറയത്തില്ല. അഥവാ തുറന്ന നാട്ടിലുള്ളവരോട് പറഞ്ഞാൽ അവർ പറയും ഞങ്ങൾ ഇതുപോലെ അസൂയ കൊണ്ട് ഇത് പറയുന്നതാണ്. അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. ഞാൻ ആ കുട്ടി പറഞ്ഞതിൽ വിദ്യാർത്ഥികളെ കഷ്ടത അനുഭവിക്കുന്നുണ്ട്. അതിനെ ഇത് കേൾക്കുന്ന സർക്കാരായാലും പ്രതിപക്ഷമായാലും ആ ഏജൻസികൾക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. ഒരു കാര്യം, സ്റ്റുഡന്റ് ആയിട്ട് വന്ന ആ കുട്ടിക്ക് എന്താണ് പറയാനുള്ളത് കേട്ടിട്ട്? ഞാനൊരു സ്റ്റുഡന്റ് അല്ല, ഓൺ ബിഹാഫ് ഓഫ് സ്റ്റുഡൻസ് ഞാൻ സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. ചേട്ടൻ ഒരു പക്ഷെ ഹെൽപ്പ് ചെയ്തിരിക്കാം, സത്യമാണ്. അതിന് ഇപ്പം ആരൊക്കെ ഹെൽപ്പ് ചെയ്തോ അവർ താങ്ക്ഫുൾ ആയിരിക്കും. ബട്ട് ഞാനിപ്പം പറഞ്ഞു വന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന സ്റ്റുഡൻസിന് നമ്മൾ എത്രത്തോളം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളവർ ഹെൽപ്പ് ചെയ്യുന്നു, നമ്മൾ വർക്ക് ചെയ്യുന്ന ഫേംസിൽ എത്ര പേർക്ക് ജോലി നമ്മൾ മേടിച്ചു കൊടുക്കുന്നു. ഞാൻ ഒരു ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഒരു ശ്രീലങ്കൻ അവരവരുടെ അവരോട് തന്നെ ഭയങ്കര പാഷനാണ് ആ സൊസൈറ്റിയോട്. അവര് വന്നു കഴിഞ്ഞാൽ അവർ ഒരുപാട് പേരെ എംപ്ലോയ് ചെയ്യും അവരുടെ ഒരു ഇതില്. ആ ഒരു ഇതാണ് നമ്മൾ കണ്ടുപഠിക്കേണ്ടുന്നത്. നമ്മളെ അപേക്ഷിച്ച് നോക്കിയാൽ അവര് കൾച്ചറലി എഡ്യൂക്കേഷൻ ആണെങ്കിൽ എല്ലാം ബാക്ക്വേർഡ് ആണ്. വി ആർ ദ മോസ്റ്റ് എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഇൻ ദ വേൾഡ് ആണ്. അത് ഇപ്പം ഒരു ഇംഗ്ലീഷുകാരൻ കേട്ടാൽ ചിരിക്കും. പക്ഷെ അവരവിടെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലും നമ്മുടെ സ്കൂൾസിലും വന്ന് നോക്കണം, എങ്കിലും നമുക്ക് കിട്ടുന്ന എഡ്യൂക്കേഷന്റെ സ്റ്റാൻഡേർഡ് അവർക്ക് മനസ്സിലാവും. പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ ഈ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ എഡ്യൂക്കേഷന്റെ ബെനിഫിറ്റ് എവിടെ പോകുന്നു? നിങ്ങളെല്ലാം ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ ഇവിടെ വന്നു, നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആയി, നിങ്ങൾക്ക് നല്ല ഫാമിലി ആയി, നിങ്ങൾക്ക് മോർഗേജ് ആയി, നിങ്ങളെല്ലാം സെറ്റിൽ ചെയ്തു, നിങ്ങൾ നിങ്ങളുടെ യങ് ജനറേഷന് വേണ്ടി എന്തെങ്കിലും ചെയ്തൂടെ? ഇവിടെ വരുന്ന 100-ൽ 95 സ്റ്റുഡൻസും ഇവിടെ വരുമ്പോൾ
ലണ്ടനിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അവരുടെ കടമ മറന്നു പോവുകയാണ്. അവർ പഠിക്കാനാ വന്നെന്നുള്ള ആ കടമ മറന്നു പോവുകയാണ് അവർ ചെയ്യുന്നത്. ആ ഒരു കാഴ്ചപ്പാട് നമ്മുടെ സ്റ്റുഡൻസിന് മാറണം. അവർ വരുന്നത് ഇവിടെ പഠിക്കാനാണ്. അവരിവിടെ വന്നാൽ ഉടനെ സ്കൂളിൽ അല്ലെ കോളേജിൽ അവർ പോയാൽ പോയി, പോയില്ലേ പോയില്ല, അവർ ജോലി അന്വേഷിച്ച് നടക്കുകയാണ്. എത്ര കുറച്ച് പൗണ്ട് ശമ്പളം കിട്ടുകയാലും അത് ജോലി ചെയ്യുകയാണ്. അത് 20 മണിക്കൂർ അല്ലെ 10 മണിക്കൂർ അവർക്ക് ജോലി ചെയ്യാനുള്ള അവകാശം ഉണ്ടെങ്കിലും അവർ അതിൽ കൂടുതൽ ജോലി ചെയ്ത് കാശുണ്ടാക്കുക, പിന്നെ അവരുടെ കടമ മറക്കുകയാണ്. ഈ സ്റ്റുഡന്റ് വിസ വരുന്നത്, ഈ സ്റ്റുഡന്റ് വിസ എന്ന് പറഞ്ഞ ആ കാറ്റഗറി സെലക്ട് ചെയ്യാൻ കാര്യം എന്ന് പറയുന്നത് മറ്റൊരു ഓപ്പർച്യൂണിറ്റി ഇവിടേക്ക് വരാൻ ഇല്ലാത്തതുകൊണ്ടാണ് സ്റ്റുഡന്റ് വിസയിൽ എടുക്കുന്നത്. അപ്പൊ ഇവിടെ വന്ന് ആ സ്റ്റുഡന്റ് വിസ എന്ന് പറയുന്ന ഒരു കാറ്റഗറി യൂസ് ചെയ്യുന്നത് ഇപ്പൊ എല്ലാവർക്കും ഒരു നഴ്സിനെ കെട്ടിയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റുഡന്റ് വിസ എന്ന് പറയുന്ന കാറ്റഗറി നമ്മൾ എടുത്തിവിടെ വന്നു. നമ്മുടെ നാട്ടിൽ നമ്മൾ അച്ചീവ് ചെയ്ത ഒരു ഗ്രാജുവേഷൻ വെച്ചിട്ട് ഇവിടെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ സ്റ്റുഡന്റ് വിസ വന്നതുകൊണ്ട് പഠിക്കാതെ നമ്മൾ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിക്കുന്നതോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഈ മലയാളിയിൽ തന്നെ ബിസിനസ്സുകാർ ഒരുപാട് പേരുണ്ട്. ഇവരുടെയൊക്കെ സ്ഥാപനങ്ങളിൽ തന്നെ ഇവിടെ വരുന്ന സ്റ്റുഡൻസ് ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് മിനിമം പേയ്മെന്റ് പോലും കൊടുക്കാതാണ് ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം സംസാരിക്കുന്നത്. ഞങ്ങളിവിടെ വന്നു, ഞങ്ങളങ്ങ് സെറ്റിലായി, ഇനിയുള്ള ആരും ഇങ്ങോട്ട് വരികയും വേണ്ട, സെറ്റിലാവുകയും വേണ്ട എന്നുള്ള ചിന്താഗതിക്കാരാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ആദ്യം ആ ചിന്താഗതി മാറുകയും ഇവിടെ വരുന്ന സ്റ്റുഡൻസിന് നിങ്ങളൊക്കെ ആദ്യം ഇവിടെ വന്നപ്പോൾ നിങ്ങൾ ത്യാഗങ്ങൾ അനുഭവിച്ചായിരിക്കും എന്ന് പറഞ്ഞ് വരുന്നവരെല്ലാവരും അങ്ങ് ത്യാഗം അനുഭവിക്കണമെന്ന് പറയരുത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് ത്യാഗം അനുഭവിച്ചു എന്ന് പറഞ്ഞ് പെറ്റു വീഴുന്നവൻ എല്ലാവരും പോയി ഇംഗ്ലീഷ് ചിന്ത വിളിക്കണോ? അത് നമ്മൾ ഒരു വട്ടം സ്വാതന്ത്ര്യം മേടിച്ചു കഴിഞ്ഞു. അപ്പൊ വരുന്നവരെങ്കിലും ആ സ്വാതന്ത്ര്യങ്ങളെ അതിന്റെ മധുരത്തെ ആസ്വദിക്കട്ടെ. താങ്കൾക്ക് ഇപ്പോഴും ക്വിറ്റ് ഇന്ത്യ എന്ന് പറയണമെന്ന് താല്പര്യമുണ്ട്, പക്ഷെ അവസരം കിട്ടുന്നു. അതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ ആ മിനിമം പേയ്മെന്റ് എങ്കിലും കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ ഇവിടുത്തെ മലയാളികളുടെ സ്ഥാപനങ്ങളിലെങ്കിലും മേടിച്ചു കൊടുക്കാനുള്ള ആ ഒരു ഇത് നിങ്ങൾ എല്ലാവരോടും ചെയ്താൽ അത് വലിയൊരു ഉപകാരമായിരിക്കും. ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്ന പ്രവാസികളുടെ യാതന അനുഭവിക്കുന്നത് വിദ്യാർത്ഥി സമൂഹം തന്നെയാണ്. ഇവിടെ വരുന്ന വിദ്യാർത്ഥിനികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത്. പല രീതിയിലും അവർ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അത് മാത്രമല്ല, വളരെ മോശമുള്ള പ്രവർത്തികളിലേക്ക് അടക്കം വിദ്യാർത്ഥിനികളെ അതിന്റെ പൈസ ഇല്ലായിട്ട് എത്തുന്നത് അത് ശരിക്കും വേദന ഉണ്ടാക്കുന്ന കാര്യം. ഇത്രയധികം നമ്മൾ ഓരോ പൗണ്ട് എടുത്താൽ പോലും അവരെ നമുക്ക് സംരക്ഷിക്കാം. എന്നിട്ട് പോലെ ഈ മലയാളികളുടെ ഒരു കൂട്ടായ്മ അതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു തെറ്റാണ്. അപ്പൊ അതിനുവേണ്ടി എല്ലാവർക്കും കൂടി ഞാൻ ഒറ്റയ്ക്ക് ഒരു സംഘടനക്കല്ല പറയുന്നത്. ഇവിടെയുള്ള മലയാളി സംഘടന രാഷ്ട്രീയമായിട്ടും മതമായിട്ടും പല ജാതി പ്രാദേശികമായ സംഘടന, ഉള്ളൂര്, അങ്ങനെ അങ്ങനെയുള്ള സംഘടനകളെല്ലാം ചേർന്നുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ വേണ്ടി ശ്രമിക്കണം. പഠിക്കുന്ന സമയത്ത് എന്താണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാറുണ്ട്. രാഷ്ട്രത്തെ സംബന്ധിച്ചത് രാഷ്ട്രീയം. എന്നാൽ ഇന്ന് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ രാഷ്ട്രത്തെ സംബന്ധിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. വ്യക്തികളിൽ മാത്രം അധിഷ്ഠിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയം. എവിടെ രാഷ്ട്രത്തെക്കുറിച്ച് ആര് സംസാരിക്കുന്നു? രാഷ്ട്രത്തിന്റെ പുരോഗമനത്തെക്കുറിച്ച് ആര് സംസാരിക്കുന്നു? രാഷ്ട്രത്തിൽ എന്ത് വേണമെന്നും പറഞ്ഞ് ആര് സംസാരിക്കുന്നു? എല്ലാം വ്യക്തികളിൽ മാത്രം. എന്നാൽ പുറത്ത് വേറൊരു രാജ്യത്ത് വരുമ്പോൾ ആ രാജ്യത്ത് കേരളീയൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ, കേരളീയന് വേണ്ടിയിട്ട് എന്ത്, കേരളത്തിന് വേണ്ടിയിട്ട് എന്ത് എന്ന് ചിന്തിക്കുന്നില്ല. അവിടെയും നമ്മൾ അവിടെ നാട്ടിൽ ഏത് പ്രസ്ഥാനത്തിലായിരുന്നോ ആ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നു, ആ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒന്നും ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് അറിയാമെങ്കിൽ പോലും ആ ഒരു പേര് ഇവിടെയോ ഏതെങ്കിലും മീഡിയാസിന്റെ മുമ്പിലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായി വിഭാഗം ഇവിടെ കൂടി, ആന്റണി വിഭാഗം അവിടെ കൂടി എന്ന് ഒരു വാർത്തയ്ക്ക് വേണ്ടി മാത്രം അവിടുന്ന് ഇവിടെ വന്ന് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ജനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ചെയ്യാൻ രാഷ്ട്രീയപരമായിട്ട് ചെയ്യാൻ മനസ്ഥിതി ഉള്ളവർ ഇവിടെ വരുന്ന കേരളീയരായ ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അതിനകത്ത് രാഷ്ട്രീയമോ മതമോ സമൂഹമോ സംസ്കൃതമോ ഒന്നും ചിന്തിക്കരുത്. അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു? കേരളം എന്നല്ല, ഇന്ത്യയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഒരു രാഷ്ട്രീയ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടേ ചെയ്യാൻ പറ്റൂ. അതിനെതിരായിട്ടൊരു പ്രസ്ഥാനം വന്നതാണല്ലോ അണ്ണാ ഹസാരയുടെ ഒരു സംഭവം ഉണ്ടായത്. എന്ത് സംഭവിച്ചു? ഞാൻ ആദ്യമേ പറഞ്ഞത് അതാണ്, രാഷ്ട്രീയം രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ കേരളത്തില് വ്യക്തികളെ സംബന്ധിക്കുന്നത് മാത്രമായി ഒതുങ്ങിപ്പോയി. ഇപ്പൊ പുള്ളി പറഞ്ഞ് നാടിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ MA യൂസഫ് പ്രവാസിയായ അയാള് നാട്ടിൽ പോയി ഇപ്പൊ ഒരു ലുലു മാർക്കറ്റ് തുടങ്ങി എത്രയോ ആൾക്കാർക്ക് ജോലി കൊടുത്തിരിക്കുന്നു. ദുബായിലാണെങ്കിലും നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്, രാഷ്ട്രീയക്കാരനല്ല.
അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിന് വേണ്ടിയാണെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ എത്രയോ ആയിരം ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നു എന്നും കൂടെ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ പ്രവാസി UK എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളല്ല ചെയ്യുന്നത്. ഒരു കാര്യം നമ്മളെല്ലാം മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ നാട്ടില് ഇന്ത്യയിലോ അതോ UK-യിലോ എന്ത് ചെയ്യണമെങ്കിലും യു ഹാവ് ടു ബി എ പാർട്ട് ഓഫ് വൺ പൊളിറ്റിക്കൽ പാർട്ടി. ഒരു വ്യക്തിക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാതെ ഒരു വികസനം, ഒരു രാഷ്ട്രത്തിന്റെ വികസനത്തിനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റും, പക്ഷെ നടക്കത്തില്ല. അതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. അണ്ണാ ഹസാരെ ആയാലും ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയും വന്നു പോയി, ആരെയും കാണാനില്ല. അതുകൊണ്ട് നമ്മൾ ഓരോ പൊളിറ്റിക്കൽ, അതുകൊണ്ട് തന്നെ പ്രവാസി കേരള കോൺഗ്രസ് UK-യുടെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ഒരു രാഷ്ട്രീയമില്ലാതെ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും പ്രവാസികളുടെ പ്രശ്നങ്ങൾ ഒന്നാണ്. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിന്റെ അടുത്ത ഭാഗം അടുത്തയാഴ്ച ഇതേ സമയം കാണാവുന്നതാണ്.